പപ്പ പപ്പായ്ക്ക് ഞങ്ങളെപ്പറ്റി എന്താ അഭിപ്രായം? നല്ല കുടിയന്മാരാണല്ലേ? പപ്പ ഞങ്ങളെ അങ്ങനെ സ്ഥിരം മദ്യപാനീയരായിട്ട് കാണരുത്. അത് സാരമില്ലടോ, മദ്യപിക്കുന്ന ഒരു തെറ്റല്ല, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ നല്ലവർ തമ്മിൽ കൂടുമ്പോ. എനിക്ക് നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വളരെ സീരിയസ് ആയിട്ട്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയണം. എന്താ പപ്പ? എന്റെ മക്കളുടെ കാര്യമാ. ഞാൻ എങ്ങനെയാ പറയണേ? എങ്ങനെയെങ്കിലും പറ. അതായത് നിങ്ങൾ നല്ലവരാ, അവിവാഹിതർ. നിങ്ങൾക്ക് ഏതായാലും അല്ല വേണ്ട, പിന്നെ പറയാം. പറയാം പിന്നെ. പ്ലീസ് ഒരു വേണ്ട പ്ലീസ് പപ്പ പ്ലീസ്. വേണ്ടെന്നേ, പിന്നെ പറയാം. ഇതങ്ങോട്ട് പിടിപ്പിച്ച് ആ ചമ്മലങ്ങോട്ട് പോട്ടെ, എന്നിട്ട് പറ. അല്ല അപ്പൊ എന്റെ ആരോഗ്യമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പൊ തന്നെ ഉണ്ട്. അങ്ങോട്ട് പിടിപ്പിക്ക്, എന്നിട്ട് പറ. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ, നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ അത് പറയണില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ പപ്പ? നേരത്തെ എന്താ പപ്പ പറയാൻ തുടങ്ങിയത്? അതെ, കിടന്നാലോ? അതല്ല പപ്പ, അതിനു മുമ്പ്. അതോ? കിടന്നാലോ? ഈ സമയത്ത് ആരാണ് പപ്പ കിടക്കുന്നത്? അതിനു മുമ്പ്, കിടക്കുന്നതിന് മുമ്പ്. കിടക്കുന്നതിന് മുമ്പോ മൂത്രം ഒഴിക്കണം? അതല്ല പപ്പ, ഞങ്ങളോട് എന്തോ പറയാൻ പോയില്ലേ? അതെന്താ? നിങ്ങക്ക് മൂത്രം ഒഴിക്കണോ? ഒഴിച്ചോ? ഒന്ന് പറയൂ പപ്പ. ആര് പറയ പപ്പ? എവിടെ? പറ പപ്പ. പറ പപ്പ. പറയണ പപ്പ. എന്തടാ പറയട പപ്പ. അയ്യോ എന്തൊരു രസം. പപ്പ 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 പോടാ പോർക്കെ. ബ്രദറെ, പപ്പ എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? പോടാ പോർക്കെന്ന്. പപ്പ നമ്മുടെ കല്യാണക്കാരൻ തന്നെയല്ലേ പറഞ്ഞത്? ആയിരിക്കും, പക്ഷെ അങ്ങോട്ട് വ്യക്തമായില്ലല്ലോ. പപ്പ പപ്പ അതെ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങും സാറുമാരെ. നാളെ നേരം വിളക്കുമ്പോ സാറിന് പറ്റുമ്പോ ചോദിച്ചു മനസ്സിലാക്കല്ല. ശവം ഉറങ്ങാൻ നെഞ്ചിനകത്ത് തീയരിയുമ്പോഴാണ് കടന്നുറങ്ങുന്നത്. പപ്പ 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 ഒരു മുട്ടൻ ഐഡിയ ഉണ്ട്. എന്ത്? ഫിറ്റായിട്ട് ഉറങ്ങുന്നവരെ ഉണർത്താൻ ഒരു ഒറ്റ മൂല്യമുണ്ട്. എന്താ? ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ ഒരു സ്മോൾ ഒഴിക്കുക, എന്നിട്ട് അതിൽ മറ്റൊരു സ്മോൾ ഒഴിക്കുക. അതങ്ങോട്ട് കൊടുത്താൽ മതി, അപ്പൊ ഫിറ്റ് ഇറങ്ങും. അപ്പൊ 2 സ്മോൾ കൊടുത്താ പോലെ? അയ്യോ, അപ്പൊ ഡ്രൈ ആയി പോവൂലേ. സോറി, യു ആർ കറക്റ്റ്. കൊടുക്കട്ടെ സാറേ. എന്ത് കുന്തമായാലും വേണ്ടില്ല, ഇന്ന് ന്യൂസ് അറിയണം. ഇന്ന് 2 അറിയും. ബാല, നീ ടൂൾസ് ബ്രാൻഡി. പപ്പ 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 ഒരു ട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല പണി ഉണ്ടായിരുന്നു. അതിന് ട്യൂബിനിപ്പോ ഒരു തുള്ളി പോലും പുറത്തു നല്ല ചുട്ട പെടോട്ടാ. നിങ്ങളൊന്ന് വാ തുറക്കുന്നേ. എല്ലാരും അങ്ങ് മാറിയത്. ഷെർലിയല്ലേ? ആരാടോ നിങ്ങൾ? ആരാണെന്ന്? അതെ, ഞങ്ങളീ
അല്ല ഞങ്ങൾ ഇതിലേ ഇങ്ങനെ പോകുമ്പോ പപ്പയുടെ അല്ല സാറിന്റെ ഫ്രണ്ട്സാ. ആ ഫ്രണ്ട്സോ? എന്താ നിങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരുന്നേ? സാറ് ഫുഡ് കഴിച്ച് ഓവറായപ്പോൾ നോർമൽ ഇത്തിരി ജ്യൂസ്. പപ്പ ജ്യൂസോ? ആ ആപ്പിൾ ജ്യൂസ്. കളർ കണ്ടില്ലേ? ബ്രാൻഡ് ആണെന്ന് വിചാരിച്ചല്ലേ? പറ്റിച്ചേ. ഷേർലി, പപ്പ കുടിച്ചിട്ടുണ്ട്. ഇതാണോ ജ്യൂസ്? ആപ്പിൾ ജ്യൂസ് ആണ്. ഇറങ്ങടോ. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇറങ്ങുന്നോ അതോ പോലീസിനെ വിളിക്കണോ? കാര്യം പറയട്ടെ, ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാ. വാടകയ്ക്കോ? ഇവിടെയോ? ആ ഇവിടെ മുകളിൽ 1000 രൂപ ഞങ്ങൾ ഓരോരുത്തരും വാടക കൊടുക്കുന്നുണ്ട്. സാർ ഇവിടെ ഒറ്റയ്ക്കാ, മക്കളൊക്കെ ബാംഗ്ലൂരാന്ന് പറഞ്ഞപ്പോ കഷ്ടം തോന്നി. വയസ്സായ ആളല്ലേ, ഒരു കമ്പനിക്ക് ഞങ്ങളും കൂടെ ഒപ്പം താമസിച്ചു. ശരി, വാടകയ്ക്ക് താമസിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തത്? ബോധമില്ലാത്ത ഒരാളെ പിന്നെ കുടിപ്പിച്ച് കൊല്ലാൻ നോക്ക. അയ്യോ, ബോധമില്ലാത്ത ആളായിരുന്നു, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അല്ലേ ബ്രദറെ? സോറി സോറി. അയ്യോ ദാ പോവാ. ഞാൻ പറഞ്ഞു. വാടകയ്ക്ക് താമസിക്കുന്നവരാ. കച്ചറേ. ആ വാതിലും കൊട്ടി അടച്ചു. அண்ணே தடி சாமானங்கள் எல்லாம் வந்தாச்சு. இன்னைக்கு பணி ஸ்டார்ட் பண்ணலாமல்ல? നിക്ക്, പണി സ്റ്റാർട്ട് പണ്ണാൻ വരട്ടെ. ഇവിടെ ഞങ്ങൾ തന്നെ പണി കിട്ടിരിക്കുക. അതിനൊരു തീരുമാനമാകട്ടെ. മേശരി പോയി കടുപ്പത്തിലൊരു ടീ സാപ്പിട്ട്. சரிங்கண்ணே. ഓ അതെ, അണ്ടി പോയ അണ്ണാമാരെ പോലെ ഇങ്ങനെ മലർന്നു കിടന്നിട്ട് യാതൊരു കാര്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. അതെ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? തീർന്നു, പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇന്നലെ നമുക്കൊരു അബദ്ധം പറ്റിയതാ, ഇനി പ്രശ്നമേ ഇല്ല. എന്താണോ നീ അവിടെ പോയിരുന്നോ? അതല്ല, ഞാൻ ഇന്നലെ മുതലേ ആലോചിക്കായിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഇപ്പോഴാ ഓർമ്മ വന്നത്, ഇനി പ്രശ്നമേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ പറയണം. അതെ, നമ്മൾ ഇന്നലെ ബ്രാൻഡിയിൽ ഒഴിച്ചു കൊടുത്തില്ലേ? ഓ, എന്റെ ഒരു മറവി. അത് അങ്ങനെയല്ല, ബ്രാൻഡിയിൽ തൈരാണ് ഒഴിക്കേണ്ടത്. ഇപ്പോഴാ ഓർമ്മ വന്നത്, ഇനി പ്രശ്നമില്ല. എന്താ പ്രശ്നം? പുതിയ പ്രശ്നങ്ങളൊന്നുമില്ല സാറേ. ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യാം. സാറേ പോവല്ലേ, അവിടെ നിന്നേ. കാലത്ത് ഉണർന്നപ്പോഴാ മക്കള് വന്ന് വിവരം അറിഞ്ഞത്. അതുകൊണ്ട് അവർ ഉണരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. സത്യത്തിൽ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? സംശയിക്കണ്ട, കംപ്ലീറ്റ് കുഴപ്പമായി. സാർ ഇന്നലെ അടിച്ച് കിണ്ടിയായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോ കോബ്രകൾക്ക് തോന്നിയത് കോബ്രാസിന്റെ സാറിന്റെ മക്കളുടെ കല്യാണാലോചനയാണെന്നാ. പറഞ്ഞു തീരും മുമ്പ് സാറിന്റെ കംപ്ലീറ്റ് ഫീസും പോയി. അതൊന്ന് ക്ലിയർ ആയിട്ട് പറയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഇത്തിരി ഒറ്റമൂലി അല്ല, ഒരിത്തിരി ബ്രാൻഡി സാറിന്റെ വായിലോട്ട് ഒഴിച്ചപ്പോ സാറിന്റെ മക്കൾ കണ്ടോണ്ടൊന്നു. അതാ പ്രശ്നമായത്. സത്യത്തിൽ എന്താ സാറ് പറഞ്ഞെന്ന് വല്ല ഓർമ്മയുണ്ട? ഒരു ക്ലൂ? ശരിയാ, ബോധമില്ലാതെ ഞാൻ ഇന്നലെ അത് പറഞ്ഞത്. സത്യത്തില് ഞാൻ അവരോട് ബോധത്തോടു കൂടി തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണത്. പിന്നെ എനിക്ക് നിങ്ങളെ ബോധ്യായി. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം. അതിന് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് കയറി പറ്റണം. അവിടെയാണ് നിങ്ങളുടെ മിടുക്ക്. ബെസ്റ്റ് അപ്പൻ. ഇങ്ങനെ ഒരു അമ്മായപ്പന് എവിടെ കിട്ടുമിടോ? മനസ്സിൽ കയറി പറ്റുന്ന കാര്യം വിട് സാറേ. ആ വീട്ടിൽ ഇനി എങ്ങനെ കയറി പറ്റും? പ്രശ്നമാണ്, പക്ഷെ അത് പ്രശ്നമല്ല. ഇന്നലെ രാത്രിയിൽ നടന്ന കഥയ്ക്ക് ഒരു മറുകഥ ഉണ്ടാക്കി മക്കളോട് പറയണം, അവരെ വിശ്വസിപ്പിക്കണം. നിങ്ങൾക്കറിയാവോ, ഞാൻ മുൻ ബോക്സർ മാത്രമല്ല, മുൻ സാഹിത്യകാരൻ കൂടിയാണ്. പണ്ട് ബാലലോകത്തിൽ ഞാൻ കഥ എഴുതിയിട്ടുണ്ട്, പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇനി മക്കളെ പറഞ്ഞ് മനസ്സ് മാറ്റാൻ ഞാനൊരു കഥയുണ്ടാക്കും, അതേക്കും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോടാ കുട്ടന്മാരെ. ഈ അങ്കിള് തല്ലിപ്പൊളിയാക്കോ? ഓഫ് കോഴ്സ്.